ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചെടിയുടെ പണിയിലാട്ടോ. ഞങ്ങളുടെ സൈഡിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ ഈ സൈഡിലാണ് റോസുകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ ഒക്കെ നിറയെ ചെളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ നിന്നു. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉരയ്ക്കണ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം ഉരച്ചിട്ട് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനിട്ടാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ചെടി അവിടെ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നല്ലോണം പൂക്കളുണ്ടായിരുന്നു കേട്ടോ റോസുമേ. ഇപ്പം അതൊക്കെ പോയി. ഇനി രണ്ടാമത് മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ മദ്രസയിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഉമ്മ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ചിക്കൻ കറി കേട്ടോ, അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിലാണ് മക്കളൊന്ന് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നഖം വെട്ടൽ, തലയിൽ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്യാം. ഉമ്മൂട്ടിയുടെ ഒക്കെ അതൊക്കെ ഞാൻ അതിന് മുന്നത്തെ ദിവസം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐശുവിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐശുവിൻ്റെ നഖമൊക്കെ വെട്ടി കൊടുക്കണ വെളിച്ചെണ്ണ തലയിൽ തേച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്തു, ഐശുവിൻ്റെ കുളിച്ച് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മോള് വാഷ് ബേസിനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ അവരോരോ കുഞ്ഞു കുഞ്ഞ് ജോലികളൊക്കെ അവരെന്നെ ചെയ്തോളും. അതിന് ശേഷം എന്ത് ചെയ്തു, ഐശുട്ടി കളിക്കാൻ പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നല്ലോണം ലൂപിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നല്ലോണം താഴത്ത് വീണിട്ടൊക്കെ പോവാണ്. നമ്മൾ നടക്കുമ്പോൾ ഒക്കെ ചവിട്ടിയിട്ട് അത് ഇതായി പോവും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ വീട്ടിലേക്കും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മോനെ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായ ഇലകളൊക്കെ മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പക്ഷേ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ തല്ലിക്കൊഴിക്കുമ്പോൾ കുറേ പച്ചകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ലൂപിക്കുന്നുണ്ട് കേട്ടോ. നമ്മിങ്ങനെ തോട്ടി കൊണ്ടായാലും നമുക്ക് പൊട്ടിക്കാനും പറ്റൂല. ഞങ്ങളുടെ വീടിൻ്റെ മേലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പേടിയാണ് അങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ വീഴുമെന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട്. മോനുള്ള കാരണം കേട്ടോ എനിക്ക് പേടി. ഞാൻ ഒറ്റയ്ക്കണമെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. അവനെന്ന് വെച്ചാൽ ഒരു തോട്ടി പോലെ ഒരു വടിയൊക്കെ പിടിച്ച് അതുമ്മ കത്തിയൊക്കെ വെച്ചിട്ടാണ് ലൂപിക്ക പൊട്ടിക്കാൻ നോക്കണത്. അതിൻ്റെ ആ കത്തിക്ക് വല്ലാണ്ട് കെട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കുട്ടികളവിടെ നിന്ന് താഴെ നിന്ന് കളിക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടി വീഴുമെന്നുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ താഴത്ത് കുട്ടികളോട് പറഞ്ഞു അതൊക്കെ ഒന്ന് പറക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടൊക്കെ എടുത്തിട്ട് അതിലൊക്കെ പറക്കി മക്കളെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയധികം കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, ഐശുക്കുട്ടി വേഗം പോയിട്ട് അപ്പുറത്തെ ഐശുക്കുട്ടീൻ്റെ കൂട്ടുകാരിയുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കവറൊക്കെ എടുത്ത് അതിൽ മുഴുവൻ നിറച്ചു. ഞാൻ 2 ദിവസം മുന്നേ കുറച്ച് പൊട്ടിച്ചിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരപ്പം തന്നെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇവർ വെറുതെ പച്ചക്കായാലും കഴിച്ചോളും. അതേക്കടെ ആങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരമായി കുളിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വീട്ടിലുണ്ടോ ഇങ്ങനെ മോനായാലും മോളായാലും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ചോറിട്ട് കഴിക്കുന്ന ഇവിടെ തല്ലാണ് കേട്ടോ. അപ്പോൾ ഉമ്മോള് ഇതേ പിണങ്ങിയിട്ട് മാറി നിൽക്കണ്. ഐശുവിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ചിക്കൻ കറി വെച്ച പാത്രമാണ്. അപ്പോൾ അതിൽ 3 പേർക്ക് ഞാൻ കുറച്ച് ചിക്കൻ അതിൽ നിന്ന് എടുത്ത് കൊടുത്തു. അപ്പോൾ ഉമ്മോൾക്ക് അതിലിട്ട് കഴിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞുള്ള വിഷമാണ്. അവസാനം എന്തേ ഞാൻ പറഞ്ഞു രാത്രി വിശക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ എണീക്കരുതെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്ന് ചോറൊക്കെ എടുത്ത് കഴിച്ച്. അപ്പോൾ അതേ 3 പേരും കഴിക്കണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.